പുതിയ ഗവർണറെ സ്വീകരിക്കാൻ പോകണം. അതാണ് ഞാൻ തിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വൈകിപ്പിക്കാൻ പാടില്ല നിങ്ങൾ. 3:30-ക്കാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചത്, മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി. പ്രത്യേകിച്ച് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന അജണ്ട. അത് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതിന് കുറച്ച് സമയമെടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് മറ്റൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. വയനാട് പുനരധിവാസത്തിന് വീട് നൽകാമെന്ന് പറഞ്ഞവരുടെ യോഗം. അതിലും കൂടി പങ്കെടുത്തിട്ട് വേണം അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിക്ക് പോകാൻ. അത് മറ്റൊന്നുമല്ല, നിയുക്ത ഗവർണറെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് പോകണം മുഖ്യമന്ത്രിക്ക്. അക്കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതാണ് പ്രേക്ഷകർ കേട്ടത്. മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് നിയുക്ത ഗവർണറെ സ്വീകരിച്ചത്. ജനുവരി 2-നാണ് സത്യപ്രതിജ്ഞ. അതിനുശേഷം രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ കേരളത്തിൻ്റെ ഗവർണറായി മാറും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴേ ആശങ്കയുണ്ട്. അദ്ദേഹം കടുത്ത RSSകാരനാണ്. വളരെ ചെറുപ്പത്തിലെ RSSന്റെ പ്രവർത്തകനായി നേതാവായി വന്ന ആളാണ്. മുതിർന്ന BJP RSS നേതാവാണ്. അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും കടുത്ത നിലപാട് അദ്ദേഹം സർക്കാരിനെതിരെ സ്വീകരിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടു പോയതുപോലെ ആർലേക്കർക്കും കേരളം വിട്ട് പോകേണ്ടി വരും. ആരുമുണ്ടായില്ല യാത്രയാക്കാൻ. ഒരു യാത്രയപ്പ് പരിപാടി പോലും സംഘടിപ്പിച്ചില്ല സംസ്ഥാന സർക്കാർ. അതിന് പറയുന്നത് ഔദ്യോഗിക ദുഃഖാചരണമുണ്ട് എന്നതാണ്. എന്നിരുന്നാലും മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒന്ന് രാജ്ഭവനിൽ പോയി കൈപിടിച്ച് കുലുക്കി യാത്രയാക്കാമല്ലോ. അതിന് ദുഃഖാചരണം ഒരു തടസ്സമായി നിൽക്കുന്നില്ലല്ലോ. വിമാനത്താവളത്തിലെത്തി കൈപിടിച്ച് കുലുക്കി യാത്രയാക്കാമല്ലോ. വിപുലമായ യാത്രയപ്പ് പരിപാടി സംഘടിപ്പിക്കേണ്ടതില്ല എന്നതേയുള്ളൂ. പക്ഷേ അതിനു പോലും മന്ത്രിമാർ തയ്യാറായില്ല. സർക്കാരിന്റെ പ്രതിനിധി ചീഫ് സെക്രട്ടറിയും 2 IAS ഉദ്യോഗസ്ഥരും പോയി ഔദ്യോഗികമായി യാത്രയപ്പ് നൽകി എന്ന് മാത്രം ഒരു ഉപഹാരം കൊടുത്ത് ടാറ്റ പറഞ്ഞ് വിട്ടു. SFI പ്രവർത്തകർ വഴിയിൽ ടാറ്റ പറയാൻ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് തടഞ്ഞതുകൊണ്ട് അവർക്ക് ടാറ്റ പറയാൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. എന്തായാലും ഒരു ഗവർണർക്കും കിട്ടാത്ത യാത്രയപ്പ്, അതാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ നിന്ന് ലഭിച്ചത്. അത് എന്തുകൊണ്ട് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആലോചിക്കണം. അദ്ദേഹം കേരളം വിട്ടതിന് ശേഷം കേരളത്തെ പുകഴ്ത്തി പറയുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം നശിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ദില്ലിയിലെത്തിയ ശേഷം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഗവർണറെ നാം കണ്ടു. ദില്ലിയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്, ഇങ്ങനെ പ്രവർത്തിച്ചാൽ ആളുകൾ തിരിഞ്ഞു നോക്കില്ല എന്ന്. ആ അനുഭവം ആർലേക്കർക്ക് ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കാം. കാരണം അദ്ദേഹം പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. ഒരു ആശയത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച ആളാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ 8ഓളം പാർട്ടികൾ മാറി വന്ന ആളല്ല. കാലുമാറ്റം ഒരു കലയാണ് എന്ന് തെളിയിച്ച ആളല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തോടും ഭരണഘടനയോടും കൂറും ആത്മാർത്ഥതയും അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയിലാണ് സർക്കാർ.